ഹായ് ഓ ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലെ സപ്ലൈക്കോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം കാണിക്കാറുള്ളതാണ് റീസ്റ്റോക്ക് കൊണ്ടുവരാനുള്ള കാന്താവർക്ക് സാരീസിന്റെ കളക്ഷൻസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഗീവ് അവേ നടക്കുന്നുണ്ട്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി. എല്ലാ 15 ഡേയ്സിലും നമുക്ക് നറുക്കെടുപ്പ് ഉണ്ടാവും. 3 പേർക്ക് ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമുക്ക് കളക്ഷൻസ് കാണാം. നമ്മുടെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പർപ്പിളിന്റെ തന്നെ ഒരു ലൈറ്റർ ഷെയ്ഡിലേക്കാണ് വരുന്നത്. നല്ല രസമുള്ള കളർ ഷെയ്ഡ് കാണാം. നമ്മളിപ്പോഴും ഇപ്പോഴും നമുക്ക് എൻക്വയറി ഉള്ള ഒരു ഐറ്റം തന്നെയാണ് കാന്താവരത്തിന്റെ സാരി. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കുറച്ച് കളേഴ്സ് ആണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇങ്ങനെ വരുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ സാരി ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, സാരി കംപ്ലീറ്റ് ആയിട്ടും ഹാൻഡ് വർക്ക് ആയിട്ട് വരുന്ന സാരിയാണ് കേട്ടോ. ഇതിനകത്ത് കാണുമ്പോൾ മനസ്സിലാവുന്നത് കണ്ടോ, ഓരോ കെട്ടുകൾ ഇട്ടേക്കുന്നുണ്ടോ. ഇത് മിഷൻ എംബ്രോയിഡറി ആണെങ്കിൽ നമുക്ക് ഈ ഒരു കെട്ട് വരില്ല, ഫസ്റ്റ് ലാസ്റ്റ് മാത്രമേ വരുള്ളൂ. ഇതിങ്ങനെ ഓരോന്നും ഹാൻഡ് വർക്ക് ആയിട്ട് ഈ സാരി ഫുള്ള് ഒരു 3-4 ദിവസം എടുത്തിട്ട് ചെയ്യുന്ന സാരിയാണ്. ഫുള്ളി ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള സാരിയാണ്. നല്ല ഹെവി ആയിട്ട് കുറേ ദിവസങ്ങൾ എടുത്ത് ചെയ്യുന്ന ഒരു വർക്കാണ് കേട്ടോ ഇത്. ഇതിനകത്ത് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഒരു ഗ്രീനിന്റെ, ഒരു ബ്ലാക്കിന്റെ ഒക്കെ, ബ്ലൂവിന്റെ എല്ലാം കോമ്പിനേഷൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഹാൻഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ സാരീസിന്റെ പാറ്റേണിലെല്ലാം ഡിസൈൻസിലെല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എപ്പോഴും ഉണ്ടാവും. കാരണം നമ്മൾ ഒരേപോലെ ആയിരിക്കില്ല, അവരവരുടെ ആ ഒരു രീതിയിൽ വരുമ്പോൾ ചിലപ്പോൾ ആ ഷേപ്പിലും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു സാരി പോലെ തന്നെ വേറെ സാരി വരില്ല. നമുക്ക് എല്ലാ പീസസും കാണിച്ച് പോകാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കാണിക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. ചെറിയൊരു ബോർഡർ ഇതുപോലെ വരുന്നുണ്ട്. 2 സൈഡിലേക്കും കുഞ്ഞൊരു ബോർഡർ നല്ല ഫിനിഷിങ്ങിൽ വരുന്നുണ്ട്. സാരിയുടെ ബോഡി വരുന്നത് ഇങ്ങനെയാണ്. ഈ പ്ലീറ്റ്സ് ഉള്ളിലേക്ക് പോകുന്ന ഭാഗത്ത് ഇവിടെ പ്ലെയിൻ ആയിട്ട് വരുന്ന ലോവർ പാർട്ട്, മിഡിൽ പോർഷൻ താഴേക്കാണ് ആ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്ലീറ്റ്സിന്റെ ഭാഗത്തൊക്കെ കിട്ടും കേട്ടോ. അത് കണ്ടോ, വർക്ക് ഇങ്ങനെ വരുന്നുണ്ട്. മുന്താണിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ടും ഹെവി ആയിട്ടുമാണ് അതിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് പോകുന്നത്. ഇങ്ങനെ നല്ല പ്ലസന്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് സാരിയുടെ ബോഡിയിൽ വരുന്ന ആ ഒരു സെയിം ബോർഡർ തന്നെയാണ് സ്ലീവിലേക്കും കൊടുക്കുന്നത്. 2 സ്ലീവിലും കൊടുക്കാനുള്ളതുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. ബ്ലൗസ് പീസിന്റെ ബോഡി പ്ലെയിൻ ആയിട്ടുമാണ് വരുന്നത്. സാരിയുടെ പ്രൈസ് വരുന്നത് 1100 ആണ്. നമുക്ക് ഇതിന്റെ അടുത്ത ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് വൈറ്റ് ആണ് കേട്ടോ. ഇപ്പോഴും ഒരുപാട് എൻക്വയറി ഉള്ളൊരു കളർ ഷെയ്ഡാണ് വൈറ്റ്. ഇതാ വേണ്ട, കുറേ കളേഴ്സിന്റെ കോമ്പിനേഷൻ ഇതിലേക്കും വരുന്നുണ്ട്. മെയിൻ ആയിട്ട് ഒരു ബ്ലാക്ക്, ഗ്രീൻ, ഒരു ഓറഞ്ച് കളറാണ് വരുന്നത്. ബാക്കി എല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു. ഇങ്ങനെ മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് വിത്ത് ബോർഡറോട് കൂടിയിട്ട്. ഇതൊക്കെ ഉടുത്ത് കാണുന്നേക്കാളും നല്ല ഉടുത്ത് കഴിയുമ്പോൾ ഭയങ്കര ലുക്ക് തന്നെയാണ് കേട്ടോ. കാരണം ഹാൻഡ് എംബ്രോയിഡറിയുടെ ഒരു ഭംഗി എപ്പോഴും നമുക്ക് കാന്താവരത്തിന്റെ സാരീസിലുണ്ട്. അതുകൊണ്ടാണ് അത്രയും ഒരു ഡിമാൻഡ് ഈ സാരിക്ക് വരുന്നത്. പ്രൈസ് സെയിം തന്നെയാണ്. അടുത്തത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡിലേക്കാണ്. ഇങ്ങനെയാണ് വരുന്നത്. എല്ലാത്തിലും കുറേ കളേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ അതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. മുന്താണി വരുന്നത് വളരെ ഹെവി ആയിട്ട് തന്നെ ഇങ്ങനെ വരുന്നു. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസിന്റെ ബോഡി പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് വിത്ത് ബോർഡറോട് കൂടിയിട്ട്. ഇതാണ് ബ്ലൗസിന്റെ ബോർഡർ വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലേക്കാണ് കേട്ടോ. നല്ല രസമുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ്. അതിനകത്തേക്ക് വൈറ്റ്, പിങ്ക്, ബ്ലാക്ക് എല്ലാ കളർ ഷെയ്ഡും ഇങ്ങനെ വരുന്നുണ്ട് ഇതുപോലെ. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. നല്ല ഹെവി ആയിട്ട് തന്നെ മുന്താണി വരുന്നു ഇതുപോലെ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസിൽ വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് വരുന്നത്. ഇങ്ങനെ അടുത്തത് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രേ കളറിലാണ്. ഇതാ ഇങ്ങനെ, ഇതാണ് കേട്ടോ. എല്ലാ കളേഴ്സിന്റെ കോമ്പിനേഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് പറയാനില്ല. ഇതാ ഹെവി ആയിട്ട് തന്നെ മുന്താണി, എപ്പോഴും മുന്താണി കുറച്ചുകൂടെ തിക്കായിട്ടായിരിക്കും വരുള്ളൂ കേട്ടോ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബോഡി പ്ലെയിൻ ആയിട്ട് വിത്ത് ബോർഡറോട് കൂടിയിട്ട് വരുന്നു. പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഓറഞ്ച് കളറാണ് കേട്ടോ. ലാസ്റ്റ് ടൈം നമുക്ക് ഇല്ലാതിരുന്ന ഒരു കളർ ഷെയ്ഡായിരുന്നു ഇത്. ഇതാ ഇങ്ങനെ വരുന്നു. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. മുന്താണി ഇതാ ഇങ്ങനെ വരുന്നു. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലേക്ക്. ഇതാ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളല്ലേ എല്ലാം. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. എല്ലാത്തിലും കുറേ കളേഴ്സിന്റെ കോമ്പിനേഷൻ വരുന്നുണ്ട്. മുന്താണി വരുന്നത് ഇങ്ങനെ. ബ്ലൗസ് പീസ് ബോഡി പ്ലെയിൻ ആയിട്ട് വിത്ത് ബോർഡറോട് കൂടിയിട്ട് വരുന്നു. അടുത്തത് നോക്കാം. അടുത്ത് വരുന്ന നല്ലൊരു പിങ്ക് ഷെയ്ഡ്, നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബോഡി പ്ലെയിൻ ആയിട്ട് വിത്ത് ബോർഡറോട് കൂടിയിട്ട് വരുന്നു. പ്രൈസ് വരുന്നത് 1100 ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു ക്രീം ഷെയ്ഡിലേക്കാണ് കേട്ടോ. ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻസാണ് അതിനകത്തേക്ക് വരുന്നത്. നല്ല ഹെവി ആയിട്ട് തന്നെ വരുന്ന വർക്ക് ഇങ്ങനെ.
മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്, വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. അടുത്തത് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലേക്കാണ്. ഇതാ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷൻ ആണ് എല്ലാത്തിലേക്കും വരുന്നത്. ഹെവി ആയിട്ട് തന്നെ ആ ഒരു വർക്ക് പോകുന്നുണ്ട്. മുന്താണി വരുന്നത് ഇങ്ങനെ, ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല രസമുള്ള ഒരു റോയൽ ബ്ലൂ ഷെയ്ഡാണ്. ഇതാ നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ് കേട്ടോ എല്ലാം വരുന്നത്. ഇങ്ങനെ മുന്താണി വരുന്നത് ഇതുപോലെ, ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ബോഡി പ്ലെയിൻ ആയിട്ട് 2 സ്ലീവിലും കൊടുക്കാനുള്ളത് നമുക്കിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റെഡ് കളറാണ്. ഒരുപാട് ഇങ്ങനെ കണ്ണി കുത്തുന്ന റെഡ് അല്ല, നല്ലൊരു റെഡ് കളർ. ഇങ്ങനെയാണ് വരുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ നല്ല ഹെവി ആയിട്ട് തന്നെ മുന്താണി വരുന്നു. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്, വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. അടുത്ത കളർ ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വൺ വരുന്നത് എല്ലാവരുടെ ഫേവറേറ്റ് ഷെയ്ഡാണ് ബ്ലാക്ക്. അതിനകത്തേക്ക് ഒരു ഡാർക്കിൻ്റെ ഗ്രീനിൻ്റെയും വൈറ്റ് കളറിൻ്റെ എല്ലാം കോമ്പിനേഷൻ വരുന്നുണ്ട്. നല്ല രസമുള്ള കളർ ഷെയ്ഡിൻ്റെ കോമ്പിനേഷൻ. ഓറഞ്ച് കളർ വരുന്നുണ്ട്. മുന്താണി വരുന്നത് ഇങ്ങനെ, ബ്ലൗസ് പീസ് അവൈലബിൾ ആണ്, വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബേബി യെല്ലോ ഷെയ്ഡിലേക്കാണ്. നല്ല രസമുള്ള കളർ ഷെയ്ഡ്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കളർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. മുന്താണി വരുന്നത് ഇങ്ങനെ, എല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളുടെ കോമ്പിനേഷനാണ് അതിനകത്തേക്ക് കൊടുത്തേക്കുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഒരു നേവി ബ്ലൂ ഷെയ്ഡിലേക്കാണ്. ഒരുപാട് അങ്ങ് ഇരുണ്ട് ബ്ലാക്കിനോട് അടുത്ത് വരുന്ന നേവി ബ്ലൂ അല്ല, കുറച്ചുകൂടെ ഒരു തെളിഞ്ഞ നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. കോമ്പിനേഷൻ വരുന്നത് ഇതുപോലെ പിങ്കിൻ്റെയും ഓറഞ്ച് വൈറ്റ് എല്ലാ കളർ ഷെയ്ഡുകളും വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെറിയ ബോർഡേഴ്സ് കൊടുക്കുന്നു. മുന്താണി വരുന്നത് ഇതുപോലെ, നല്ല ഭംഗിയുള്ള മുന്താണിയാണ് വരുന്നത്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ഇതുപോലെ സ്ലീവ് എൻഡിലേക്ക് നമുക്ക് ആ ഒരു സാരിയിൽ വരുന്ന സെയിം ബോർഡേഴ്സ് തന്നെ സ്ലീവ് എൻഡിലേക്ക് കൊടുക്കാനായിട്ട് പറ്റും. സാരിയുടെ പ്രൈസ് വരുന്നത് 1100 ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. നമ്മുടെ ഇന്നത്തെ സാരീസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റം സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാം. പറ്റുന്നവർക്കെല്ലാം ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.